ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മിതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും ദർശനങ്ങളും ഏറെ സ്വാധീനിച്ചതായും ആ ദർശനങ്ങളുടെ ചുവട് പിടിച്ചാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വകുപ്പുകൾ ഭരണഘടനയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതി ചേർത്തതെന്നും സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. മാന്നാർ SNDP യൂണിയനിലെ 3189 നമ്പർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ചെന്നിത്തല ശാഖാ ഗുരുക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ 15ാമത് വാർഷിക ആഘോഷങ്ങളോട് അനുബന്ധിച്ചുള്ള 1ാമത് ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും ദർശനങ്ങളും ഏറെ സ്വാധീനം ചെലുത്തിയതായും ആ ദർശനങ്ങളുടെ ചുവട് പിടിച്ചാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വകുപ്പുകൾ ഭരണഘടനയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതി ചേർത്തതെന്നും സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. മാന്നാർ SNDP യൂണിയനിലെ 3189 നമ്പർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ചെന്നിത്തല ശാഖാ ഗുരുക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ 15ാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ 1ാമത് ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യുഗപ്രഭാകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ നടക്കുന്ന 1ാമത് ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടനം, അതിന്റെ സമ്മേളനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാം ഓർത്തുപോകുന്ന ഒന്നുണ്ട്. ഗാന്ധിജി ഗുരുദേവ സമാഗമത്തിന്റെ ശതാബ്ദി സ്മൃതി സംഗമം നമ്മൾ ഇപ്പോൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും നിലനിൽക്കണമെന്ന ഗാന്ധിയൻ സ്വപ്നം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഭാരതത്തിന്റെ അഖണ്ഡതയും അസ്തിത്വവും തകർന്നു പോകുമെന്ന് ഗാന്ധിജിയും ഗുരുദേവനും അതോടൊപ്പം പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിർമ്മിതിയെ സ്വാധീനിച്ച ഗുരുദേവ മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് 100 വയസ്സാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ കാണാനായി മഹാത്മാഗാന്ധി ശിവഗിരിയിൽ എത്തിയത് ഏറെ ചർച്ചാ വിഷയം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി നമ്മുടെ ഡോക്ടർ അംബേദ്കർ ഗുരുദേവനെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു എന്ന അറിവ് നമുക്ക് ചാരിതാർത്ഥ്യമേകുന്ന മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ അതിൻ്റെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ സാമൂഹ്യ നീതിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും ഭരണഘടനയിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എഴുതി ചേർക്കുവാനും ഗുരുദേവൻ ഒരു പ്രേരണയായി എന്നത് ഏതൊരു ശ്രീനാരായണീയനും ആത്മാഭിമാനം ഉണർത്തുന്ന സംഗതിയാണ്. സമസ്ത ജനവിഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിനും സമത്വവും സാഹോദര്യവും അതോടൊപ്പം നീതിയും അന്തസ്സും എന്നിവ നമ്മുടെ രാജ്യത്തിനാകമാനം പുലർന്നു കാണണം എന്ന ഗുരുദേവന്റെ വാദം ശ്രീ അംബേദ്കർ അംഗീകരിക്കുകയായിരുന്നു. ഏറെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഗുരുദേവൻ പ്രചരിപ്പിച്ച വിശ്വാസ പ്രമാണത്തിന്റെ ചുവട് പിടിച്ചാണ് അംബേദ്കർ അതൊക്കെ ചെയ്തതെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അധ്യക്ഷനായി. യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന ശാഖാ അംഗങ്ങളെയും ഭാരവാഹികളെയും മന്ത്രി ആദരിച്ചു. അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ്, അമൃത, PB സൂരജ്, ഹരി പാലമൂട്ടിൽ, മേഖലാ ചെയർമാൻ വിശ്വനാഥൻ K, കൺവീനർ മോഹൻ NP, വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ്, വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ, കൺവീനർ വിജയലക്ഷ്മി, ട്രഷറർ പ്രഭത രാജപ്പൻ, യൂണിയൻ കമ്മിറ്റി അംഗം തമ്പി കൗണടിയിൽ, വനിതാ സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഉമാ താരാനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ്മ ഡാനിയൽ, മേഖലാ കമ്മിറ്റി അംഗം ശശികുമാർ പാഴാശ്ശേരിൽ എന്നിവർ സംസാരിച്ചു. ശാഖാ പ്രസിഡന്റ് K. സഹദേവൻ തകടിയിൽ സ്വാഗതവും സെക്രട്ടറി സോജീവ് പ്രാവേലിൽ കൃതജ്ഞതയും പറഞ്ഞു. വൈകിട്ട് 7 നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ ഗുരുവിന്റെ ശാരദ അറിവിന്റെ ദേവത എന്ന വിഷയത്തിൽ ആശാപ്രദീപ് കോട്ടയം പ്രഭാഷണം നടത്തി. CD നെറ്റ് ന്യൂസ്, മാന്നാർ.